Okay, so good evening. I think I'll start now. Module 3 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. I'll just take 10-15 ഒരു 30-40 minutes I'll do. I'll introduce these topics. ഒരു ചെറിയ രണ്ടൊന്ന് പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ we can continue. സോ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് വാട്ട് ആർ വി ആർ സ്റ്റഡിങ് നൗ. അത് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ എസെൻഷ്യലായ ഒരു കാര്യമാണ്. അപ്പം ഇത് ബേസാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ നമ്മൾ ഓൾറെഡി നോർമൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ അത് കുറച്ചുകൂടെ എങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മൊഡ്യൂൾ 3 യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു റിവിഷൻ പോലെയും പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് റിട്ടൺ ഹിയർ ഈസ് വാട്ട് വി ആർ ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഇന്നത്തെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണിത്. നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സാമ്പിൾ ചെയ്തിട്ട് ഒരു ചെറിയ സാമ്പിളിനെ പഠിച്ചിട്ട് നമ്മൾ ഒറിജിനൽ പോപ്പുലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ലെറ്റ്സ് സേ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പിള്ളേരുടെയും അല്ലെങ്കിൽ നമ്മുടെ കോളേജിലുള്ള എല്ലാ പിള്ളേരുടെയും ഒരു ആവറേജ് കൈൻ്റെ ലെങ്ത്ത്, ലെറ്റ്സ് സേ ഹാൻഡ് ലെങ്ത്ത് ഓഫ് ഹാൻഡ്. ഓക്കെ, സോ കൈൻ്റെ ഷോൾഡർ മുതൽ എഡ്ജ് വരെയുള്ള ഫുൾ ലെങ്ത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ ആവറേജ് ലെങ്ത്ത് എത്ര നിങ്ങൾ വെറുതെ ലെറ്റ്സ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിവൈസ് ഉണ്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ലെറ്റ്സ് എ പാം, ഒരു ലെറ്റ്സ് എ പാം. ഓക്കെ, ലെറ്റ്സ് നിങ്ങൾ ഗ്ലൗസ് ഉണ്ടാക്കണം, പുതിയ തരത്തിലുള്ള ഗ്ലൗസ്. അപ്പോൾ ഗ്ലൗസിൽ കൃത്യമായിട്ട് സംതിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോളേജിലുള്ള എല്ലാവർക്കും ഗ്ലൗസ് കൊടുക്കണം. അപ്പോൾ ആ ഗ്ലൗസിന് നിങ്ങൾ ആൾക്കാരുടെ കൈ മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് നിങ്ങൾക്ക് പാം മെഷർ ചെയ്യണം, പാമ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പം ലെറ്റ്സ് 3000-4000 പേരുണ്ട് ക്യാമ്പസിൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സമയം എടുത്ത് ഒരു മാസമൊക്കെ എടുത്ത് ദിവസം ഒരു 10-30 പേരുടെ മെഷർ ചെയ്ത് ഒരു 100 ദിവസം കൊണ്ട് 200 ദിവസം കൊണ്ട് നിങ്ങൾ ഫുൾ മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, രണ്ടാമത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റാൻഡമായിട്ട് കുറച്ച് ആൾക്കാർ എടുക്കാം. ഈ പിക്ക് റാൻഡം സം സാമ്പിൾ ചെയ്യാം. സോ ലെറ്റ്സ് സേ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കോളേജിൽ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിനകത്ത് റാൻഡംലി കുറച്ച് ആൾക്കാരെ നമ്മൾ സാമ്പിൾ ചെയ്യാം. ഓക്കെ, സാമ്പിൾ ചെയ്യാം. അപ്പോൾ സാമ്പിൾ ചെയ്തിട്ട് ഇത്രയും ആൾക്കാരുടെ മാത്രം നമ്മൾ കൈയിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഇത്രയും ആൾക്കാരുടെ മാത്രം കൈയിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ സാമ്പിളിൻ്റെ എന്നിട്ട് അതിൻ്റെ ആവറേജിന് പിടിക്കുക. അപ്പോൾ ഈ ആവറേജും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം നമുക്ക് വി ഹാവ് ടു മേക്ക് ഷുവർ ദറ്റ് അതെങ്ങനെയാണ് ആ ബന്ധം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ ഈ ഫുൾ മൊഡ്യൂളുള്ളത് നമ്മൾ സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിൻ്റെ ആവറേജും പോപ്പുലേഷൻ ആവറേജും തമ്മിലുള്ള ബന്ധം, അതാണ് ഈ മൊഡ്യൂളിൽ ഫുൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 ടേമാണ്, സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ പോപ്പുലേഷനാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളാണ്, അമൽജ്യോതിയിലെ എല്ലാ ആൾക്കാരും വരുന്നതാണ് ഒറിജിനൽ പോപ്പുലേഷൻ. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നുള്ള കുറച്ച് ആൾക്കാർ ഞാനിപ്പോൾ എടുത്ത ഇതാണ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ഒറിജിനൽ പോപ്പുലേഷൻ ഒരു ആവറേജ് ഉണ്ടാവും. അതിന് നമ്മൾ മ്യൂ എന്നാണ് പറയുന്നത്. ഒറിജിനൽ പോപ്പുലേഷൻ ആവറേജ് നമ്മൾ മ്യൂ എന്നാണ് പറയുന്നത്. മ്യൂ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. സാമ്പിളിൻ്റെ ആവറേജ് നമ്മൾ X ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. ഇപ്പം ഇതിൽ ടോട്ടൽ ലെങ്ത് എടുക്കുന്നു. ലെറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിക്കുന്നു. അപ്പം ഈ സാമ്പിൾ നമ്മൾ X ബാർ എന്ന് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. സോ വിൽ യൂസ് S ബാർ ഫോർ ആവറേജ്. ഇവിടെ നമ്മൾ മ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്. സിഗ്മ is സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഏതായാലും കുഴപ്പമില്ല. സോ വേരിയൻസ് or സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. സോ വിൽ ടോക്ക് അബൌട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. രണ്ടും വേരിയൻസിൻ്റെ അണ്ടർ റൂട്ടാണ് സിഗ്മ. ഓക്കെ, അപ്പം പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാമ്പിളിന് വരുമ്പോൾ നമ്മൾ S ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സൈസ്, എത്ര പോപ്പുലേഷൻ ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സൈസ് പറയുമ്പോൾ നമ്മൾ N. ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ എല്ലാ ആൾക്കാരുമാണ് 3000 എന്നാണ് 3000. അപ്പോൾ നമ്മൾ ഇതിലൊരു 30 പേരെ എടുത്തെങ്കിൽ ചെറിയ സാമ്പിളിന് N എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിലുള്ള ആൾക്കാരെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, വലിയ കൈയുള്ളവരും ചെറിയ കൈയുള്ളവരും. അപ്പോൾ ലെറ്റ്സ് സേ കൈയിൻ്റെ ഒരു മെഷർമെൻറ്റ് സം ലെങ്ത്. ഓക്കെ, സം ലെങ്ത് ലെറ്റ്സ് സേ ഒരു 12 സെൻറ്റിമീറ്റർ കുറവുള്ളവർ നമ്മൾ ചെറിയ
കൈയുള്ളവരായിട്ടും അത് കൂടുതലുള്ളൊരു വലിയ കൈ. നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്ലൗസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സ്മോൾ ഗ്ലൗസും ഉണ്ട്, ഒരു നോർമൽ സൈസ് ഗ്ലൗസും ഉണ്ട്. അപ്പോൾ സ്മോൾ എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഒരു 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ താഴെ കൈയിന് നീളമുള്ള ആൾക്കാരാണ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെ നമ്മളാകുമ്പോൾ ലെറ്റ്സ് വി ആർ ട്രൈങ് ടു ഫൈൻഡ് വാട്ട് ഈസ് എ പെർസെൻറ്റേജ്. ഓക്കെ, സോ ലെറ്റ്സ് 20% ആൾക്കാർ 40% ആൾക്കാർ സ്മോൾ ഹാൻഡ് ഉള്ളവരാണ്. അപ്പം അതൊരു പ്രൊപ്പോർഷനാണ്. അതിന് നമ്മൾ പി ക്യാപ് ഓർ പൈ, ഇത് രണ്ടിൽ ഏതെങ്കിലും വെച്ച് രണ്ടിനോട്ട് പൈ ഈക്വൽ ടു, ഇവിടെയാണ് പൈ ഈക്വൽ ടു 40%. 40% എന്താണ്? 40% ഓഫ് ദ പീപ്പിൾ ഇൻ ദ പോപ്പുലേഷൻ ഹാസ് സ്മോളർ ഹാൻഡ്. ഇത്ര പെർസെൻറ്റേജ് വെച്ച് പറയുമ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. സാമ്പിളിനാണെങ്കിൽ ഇപ്പോൾ സാമ്പിളിൽ 10 പേരുണ്ട്, 10 പേരിൽ 3 പേരുടെ കൈ ചെറുതാണെങ്കിൽ 30% ആയിരിക്കും സാമ്പിളിൻ്റെ പ്രൊപ്പോർഷൻ. അതിനെ പി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോപ്പുലേഷൻ സാമ്പിൾ തമ്മിലുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടൊരു കാര്യം. ഓക്കെ, നൗ അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ടേം കോൺഫിഡൻസ് ലെവൽ, കോൺഫിഡൻസ് ഇൻ്റർവൽ, സിഗ്നിഫിക്കൻസ്. ഈ 3 ടേമിനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഈ ഒരു മൊഡ്യൂളിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള 3 ടേംസാണിത്: കോൺഫിഡൻസ് ലെവൽ, കോൺഫിഡൻസ് ഇൻ്റർവൽ ആൻഡ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. സോ ഈ എൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ ഒരു ബേസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ we talk about, we take a sample. Okay, സാമ്പിളിൻ്റെ we can find average or we can find proportion. ഇത് രണ്ടിൽ ഏതിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും വരിക. ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആവറേജ് ഹൈറ്റ്, ആവറേജ് ലെങ്ത്, ആവറേജ് വെയിറ്റ്, ഇതൊക്കെ ആവറേജ് വരും. ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് അസുഖമുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ തടി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് പെർസെൻറ്റേജ് പ്രൊപ്പോർഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, സാമ്പിളിൻ്റെ ആവറേജ് ഉണ്ടാവും, പ്രൊപ്പോർഷൻ ഉണ്ടാവും. അപ്പം ഇത് പറയുന്നത്, ഇത് രണ്ടും ഒരു ബേസിക് അറിയാൻ ഐഡിയ പറയുന്നത്, ഈ ആവറേജ് പ്രൊപ്പോർഷനും ഒരു ബെൽ കർവ്, ഇങ്ങനത്തെ ഒരു കർവാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് എക്സ് ബാർ ഓർ പി. ഇതാണ് ബേസിക് ഐഡിയ. ഓക്കെ, ഈ ഒരു കർവ് ആണ്, ദിസ് എ നോർമൽ കർവ് അല്ലെങ്കിൽ നോർമലിന് സിമിലർ ആയിട്ടുള്ള കർവ്സ് ആണ്. ബെൽ കർവ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾസ് എല്ലാം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഇത് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളൊരു ബേസിക് അസംപ്ഷൻ അല്ല, അതൊരു കറക്റ്റായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഫിസിക്കലി അങ്ങനെയാണ് ആക്ച്വലി ബിഹേവ് ചെയ്യുന്നത്. അതായത് പ്രൊപ്പോർഷനും ആവറേജും, അല്ലെങ്കിൽ ആവറേജും പ്രൊപ്പോർഷനും എപ്പോഴും ഒരു നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷൻ അനുസരിച്ചായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നമുക്കറിയാം യൂണിഫോം ഡെൻസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊഡ്യൂൾ 1-ലും മൊഡ്യൂൾ 2-ലൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ആവറേജ് വാല്യൂയും പ്രൊപ്പോർഷനും എപ്പോഴും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, സോ ദേ വിൽ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഈ മൊഡ്യൂളിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബെൽ കർവ്സ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ബെൽ കർവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബെൽ കർവ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിലുള്ള വേറെ കർവ്സും ഉണ്ട്. ആ കർവ് എന്താണെന്ന് എൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട, പക്ഷേ അങ്ങനത്തെ കർവ്സ് ആ ഒരു മെത്തേഡിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതായത് ആവറേജിൻ്റെ അവിടെ മാക്സിമം വാല്യൂ, ബാക്കി സൈഡിലോട്ട് ചെറിയ വാല്യൂ ആവുന്ന രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ ആവറേജിനും പ്രൊപ്പോർഷനും ഉണ്ടാവുക. ഇതൊരു ബേസാണ്. ഓക്കെ, ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. Okay, now let's take up a problem. ഒരു പ്രോബ്ലം എടുക്കാം, then we will see how to do this. Okay, so 40 students were randomly selected from our campus and the weight is measured. അപ്പം 40 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. So here we are talking about the sample. Okay, sample. So 40 students were randomly selected from our campus and the weight is measured. The average weight is 67 kg. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ സാമ്പിളിൻ്റെ ആവറേജിനെ പറ്റിയാണ് പറയുന്നത്. 40 പേരെ എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ 40 പേര് എടുക്കുമ്പോൾ n എന്ന് പറയുന്നത് 40 ആണ്, ചെറിയ n ആണ്. ആവറേജ് ആണെന്ന് പറയുമ്പോൾ സാമ്പിളിൻ്റെ ആവറേജ് എക്സ് ബാർ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 67 kg. ഓക്കെ, it was reported that confidence interval of it is reported as a confidence interval of 66 to 68 kg. അപ്പോൾ പറയുന്നത് അവർ പറയുന്നത്, സോ ഈ ഒരു ടേമിൻ്റെ അഡ്രസ് ഫ്രം ദിസ് വാട്ട് ദേ സെഡ് ഈസ് ദ പോപ്പുലേഷൻ ആവറേജ്, അതായത് മ്യൂ lies between 66 to 68 kg. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് പറയാം. എങ്ങനെയാണ് പറയാമെന്നുള്ളത് അതാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അതായത് 40 പേരെടുത്തു, 40 പേരുടെ വെയിറ്റ് എടുത്തു, അതിൻ്റെ ആവറേജ് വെയിറ്റ് എടുത്തു. ആവറേജ് വെയിറ്റ് എടുത്തതിന് ശേഷം കുറച്ച് സ്റ്റഡി ചെയ്തവർ. ഓക്കെ, ആവറേജ് വെയിറ്റ് എടുത്തതിന് ശേഷം അവർ സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞു, നമ്മുടെ കോളേജിലെ ഒരു കുട്ടിയുടെ ആവറേജ് വെയിറ്റ് 66-നും 68-നും ഇടയ്ക്കായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ,
അപ്പം സോ ദിസ് ഇസ് വാട്ട് ദ റിപ്പോർട്ട്. ഇതാണ് എന്താ ചെയ്തെന്നുള്ളത്. അപ്പം 40 പേരെടുത്തു, 67 കിലോ ആവറേജ് വെയിറ്റ് കിട്ടി, ഇങ്ങനെ റിപ്പോർട്ടും ചെയ്തു അവർ. അതെന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു ഫൈൻഡ് ദ കോൺഫിഡൻസ് ലെവൽ ആൻഡ് സിഗ്നിഫിക്കൻസ്. എന്താണ് കോൺഫിഡൻസ് ലെവൽ, എത്രയാണ് സിഗ്നിഫിക്കൻസ്? ഓക്കെ, ഈ ഡെഫിനേഷൻ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ എടുത്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല, പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതിലെ ഓരോ സാധനം എവിടെ യൂസ് ചെയ്യുന്നുള്ളത് പഠിക്കാനായിട്ട് എക്സാമ്പിളാണ് ഞാൻ എടുത്തത്. ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ടു ബി 5 kg. സോ വാട്ട് ദേ ടോൾഡ് ഈസ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുണ്ട്. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് തന്നേക്കുന്നത്. They have given population standard deviation. So population എന്ന് പറയുമ്പോൾ all students in our campus. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഈക്വൽ ടു 5 kg. 5 കിലോ ആണ് പോപ്പുലേഷൻ. അപ്പം ഓക്കെ, സോ ഇത്രയും ഡേറ്റ എന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ആവറേജ് ഒരു ബെൽ കർവിൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ക്യാൻ സേ ഈസ് ഐ ക്യാൻ സേ ദിസ് ആവറേജ് വാല്യൂ, ദിസ് വാട്ട് എവർ ദിസ് ഈസ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബെൽ കർവ്. ഒരു ബെൽ കർവിൻ്റെ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ഡ്രോ എ ബെൽ കർവ് ഹിയർ. സോ ലെറ്റ്സ് ഡ്രോ എ ബെൽ കർവ്. ഓക്കെ, this is my bell curve. നന്നായി എടുക്കുന്നില്ല, പക്ഷേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആൻഡ് ദിസ് ആവറേജ് വാല്യൂ ഈസ് പാർട്ട് ഓഫ് ദ ബെൽ കർവ്. അതായത് 67 kg ഇതിൻ്റെ ആവറേജ് ആണ്. ദിസ് എ ബെൽ കർവ്. ഓക്കെ, ദിസ് ഐ വിൽ കോൾ as നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടി. ദിസ് ഈസ് ആവറേജ് വാല്യൂ. Then we need standard deviation. Standard deviation എന്ന് പറയുന്നത് ഈ കർവിൻ്റെ എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ കർവ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. അപ്പം നമ്മുടെ ആവറേജിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യെസ്റ്റർഡേസ് ക്ലാസ് വി ഹാവ് സീൻ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. സ്റ്റാൻഡേർഡ് എറർ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് എറർ ഈസ്, ഇഫ് യു റിമെമ്പർ, ഇറ്റ് ഈസ് ഫ്രം പോപ്പുലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒറിജിനൽ സാമ്പിളിൻ്റെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് സ്റ്റാൻഡേർഡ് എറർ ആസ് സിഗ്മ അപ്പോൺ റൂട്ട് n. ഓക്കെ, സിഗ്മ അപ്പോൺ റൂട്ട് n ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് മീൻസ് സിഗ്മ അപ്പോൺ റൂട്ട് n എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഇതിവിടെ എസ് ആണ് ചെയ്തത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ റൂട്ട് n ചെയ്യാം. നമ്മുടെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുണ്ടെങ്കിൽ എസ് അപ്പോൺ റൂട്ട് n ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എന്തുപയോഗിച്ചാലും നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് എററിനും 2-3 ഫോർമുലാസ് ഉണ്ട്. ഒരെണ്ണം ഇൻഫൈനൈറ്റ് പോപ്പുലേഷനുണ്ട്, ഒന്ന് ഫൈനൈറ്റ് പോപ്പുലേഷനുണ്ട്, ഒന്ന് ഫുൾ പോപ്പുലേഷൻ ഈക്വൽ ടു സാമ്പിൾ എന്നുള്ളതുണ്ട്. ഈ 3 എണ്ണം ഉണ്ട്. പക്ഷേ നമുക്ക് ലാർജർ പോപ്പുലേഷനാണ് ഈ സെമിസ്റ്ററിൽ കൂടുതൽ പഠിക്കാനുള്ളത്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അല്ലാത്ത കേസുകൾ വരികയാണെങ്കിൽ വി വിൽ ഡിസ്കസ് ദാറ്റ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം സിഗ്മ ഇസ് ഗിവൺ 5 kg ഡിവൈഡ് ബൈ റൂട്ട് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 40. ഓക്കെ, സോ റൂട്ട് ഓഫ് 40 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 5 ഡിവൈഡ് ബൈ റൂട്ട് 40, 0.79 kg, 0.79. ഇതാണ് ഈ ഒരു കർവിൻ്റെ. സോ ബേസിക്കലി വാട്ട് വി ഹാവ് ഫൈനലി നമുക്ക് അവസാനം കിട്ടിയത് ഇത് ഇത്രയും ഇന്ന് നമുക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത്. See this. Okay, so what we have is ultimately what we have is a, so this എല്ലാം പോട്ടെ. ഓക്കെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് കർവ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കർവിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അതിൻ്റെ ആവറേജ് 67 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.79 ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 67 ആണ്. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ കർവിനുള്ള പ്രോപ്പർട്ടീസാണ്. ഓക്കെ, നൗ വാട്ട് ദേ ടെല്ലിങ് ഈസ് അവർ പറഞ്ഞേക്കുന്നത് ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഓഫ് 6. അപ്പോൾ 66 മുതൽ 68 കിലോ വരെ ആയിരിക്കും നമ്മുടെ പോപ്പുലേഷൻ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ 67 ആണ്. 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ഹിയർ 66, 68 എന്ന് പറഞ്ഞാൽ സമ്മർ ഹിയർ. ഓക്കെ,
അപ്പം എൻ്റെ ഒരു ബെൽ കർവ് ഉണ്ട്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കണം. ഒരു പ്രോബിലിറ്റി നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് 67 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.7 ആണ്. ഇതിൻ്റെ 67, 66 മുതൽ 68 വരെയാണ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവർ തന്നേക്കുന്നത് 2 വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെൽ, കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ, സോ ദിസ് ഈസ് കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ 66 to 67 എന്ന് പറയുന്ന ഈ സാധനമാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഈ 66 മുതൽ 68 വരെയുള്ള ആ ഒരു ഇൻ്റർവെലിന് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ, ഈ ഏരിയ, ഓക്കെ, അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്കറിയാം. നമുക്ക് Z ടേബിൾ ഉപയോഗിക്കണം. Z ടേബിൾ ഉപയോഗിക്കാൻ മറന്നവർക്ക് ഐ ജസ്റ്റ് ഷോ യു ഹൗ ടു യൂസ് ദാറ്റ്. നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യുക. സീരീസ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. സോ വാട്ട് വിൽ ഡു ഈസ് Z ടേബിൾ കണ്ടുപിടിക്കാം. Z ടേബിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറയണം? ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് കർവ്, സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഓക്കെ, സ്റ്റാൻഡേർഡ് നോർമൽ കർവ് കണ്ടുപിടിക്കാൻ വേണ്ടി സോ ലെറ്റ്സ് ഡ്രോ ദിസ് കർവ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ആവറേജ് വിൽ ബി അറ്റ് 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി 1. ഓക്കെ, അപ്പം ഈ ഏരിയ നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിലെ ഈ 2 ഏരിയയും സെയിം ആയിരിക്കും. അപ്പം ഇതിന് ഈ വാല്യൂ ഉണ്ട്, ഇതിന് നമ്മൾ Z വാല്യൂ എന്ന് പറയുന്നത്. Z വാല്യൂ എന്ന് പറയുന്നത് ലെറ്റ്സ് വിൽ കോൾ ദിസ് Z1 ഓർ Z2. ഓക്കെ, അപ്പോൾ Z1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Z1 ഈക്വൽ ടു വി ക്യാൻ സി, പഴയ ഫോർമുല നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ അപ്പോൺ സിഗ്മ എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ് നമ്മൾ അന്ന് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മ്യൂ ആവറേജ് ആയിരുന്നു, എക്സ് നമുക്ക് വേണ്ട വാല്യൂ ആയിരുന്നു, സിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഒറിജിനൽ കർവിൻ്റെ മ്യൂ ആണ്, ആവറേജ് ആണ് മ്യൂ, ഒറിജിനൽ കർവിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ, നമുക്ക് വേണ്ട വാല്യൂ ആണ് എക്സ്. അപ്പോൾ ഇതിവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട 66 ആണ്. സോ വി ആർ 66 മൈനസ് 67 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.79. ഓക്കെ, Z2 എന്ന് പറയുമ്പോൾ അഗെയിൻ എക്സ് മൈനസ് മ്യൂ അപ്പോൺ സിഗ്മ ആണ്. എക്സ് എന്ന് പറയുമ്പോൾ 68 മൈനസ് മ്യൂ ഇസ് ആവറേജ് എന്ന് പറയുമ്പോൾ 67 അപ്പോൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 0.79. അപ്പോൾ Z ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് വാല്യൂ? സോ ദിസ് ഇസ് മൈനസ് 67 divided by 0.79 minus 1.26. Okay, so this will be plus 1.26. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയ എന്ന് വെച്ചാൽ ഈ ഏരിയയാണ്. ഈ ഏരിയയാണ് നമുക്ക് വേണ്ട ഏരിയ. ഓക്കെ, അപ്പോൾ Z ടേബിൾ മൈനസ് 1.26 മുതൽ പ്ലസ് 1.26 വരെയുള്ള ഏരിയയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, സോ ഐ ബ്രിങ് ദ Z ടേബിൾ വൺസ്. ജസ്റ്റ് ഗിവ് മി എ മൊമെൻറ്റ്. Okay, Z table on. So what we need is, so we know that minus 1.26 plus 1.26 area. Okay, so this area, how do you find this area? Find we don't know this area. What we can do, we can find this area. This area let's see, minus 1.26 area. So what we are going to find is this curve, standard normal curve.
-1.26 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ ദിസ് ഏരിയ വാട്ട് യു ആർ ട്രൈങ് ടു ഫൈൻഡ്. സോ -1.26 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 1.2, 1.20, 21, 22, 23, 24, 25, 26. I think this is 1.26. Okay, ഈ വാല്യൂ. So this area is 0.1038. This is -1.26 ലുള്ള 0.1038 ആണ്. ഓക്കെ, now that means symmetrical ആണ്. symmetrical ആകുമ്പോൾ ഇവിടെ +1.26 ഉണ്ട്. ഈ ഏരിയയും ദിസ് ഏരിയ ഈസ് ഓൾസോ ദ സെയിം ഏരിയ. അപ്പോൾ ഇത് പെർസെൻറ്റേജ് ടേംസിൽ നമുക്ക് പറയാം. സോ ലെറ്റ്സ് സേ 0.1038, 0.1038. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏരിയ 1 ആണ്. ടോട്ടൽ ഏരിയ 1 ആണ്. സോ ദിസ് വിൽ ബി 1 minus 2 into 0.1038. So this comes out to be 1 minus 2 into 0.1038, 70.7929. 7929. Okay, അതാണ് ആ ഏരിയ. Okay, so that means we found from the curve that the area is 0.7924, which is equal to 79.24%. ഓക്കെ, അപ്പോൾ എഗെയിൻ റീവിസിറ്റിംഗ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്, നമുക്ക് സാമ്പിളിൻ്റെ ആവറേജ് കിട്ടി. സാമ്പിളിൻ്റെ ആവറേജ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ റേഞ്ച് തന്നിരുന്നു. ആ റേഞ്ചിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 79.24% ആണ്. ഇതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് ദ കോൺഫിഡൻസ് ലെവൽ. കോൺഫിഡൻസ് ലെവൽ ഓക്കെ, കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ equal to 0.7924 or 79.24%. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എന്താണ്? കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ 66 മുതൽ 68 വരെ വെയിറ്റ് ആയിരിക്കും. എനിക്ക് സാമ്പിളിൽ നിന്ന് കിട്ടിയ സാമ്പിളിൻ്റെ ആവറേജ് 67 ആണ്. അതിൽ നിന്ന് they did some calculation and they found that എൻ്റെ ഒറിജിനൽ പോപ്പുലേഷൻ്റെ ആവറേജ് വെയിറ്റ്, നമ്മുടെ കോളേജിലെ എല്ലാ പിള്ളേരുടെ ആവറേജ് വെയിറ്റ് 66-നും 68-നും ഇടയ്ക്കായിരിക്കും എന്ന് പറയും. അപ്പോൾ 66-68 എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ. 66 മുതൽ 68 വരെ അതിനുള്ളിലായിരിക്കും എൻ്റെ സാമ്പിളിൻ്റെ ആവറേജ്. അത് വരാനുള്ള സാധ്യത 79.24% ആണ്. അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ടോട്ടൽ കോൺഫിഡൻസ് ലെവൽ ഈ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ എൻ്റെ പോപ്പുലേഷൻ്റെ ആവറേജ് വരാനുള്ള സാധ്യത 79.24%. സോ ദർ ഇസ് അറൗണ്ട് 80% പ്രോബിലിറ്റി ദാറ്റ് എൻ്റെ ഒറിജിനൽ പോപ്പുലേഷൻ്റെ ആവറേജ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തേക്കുന്നത്, നമ്മൾ കുറച്ച് പിള്ളേരുടെ ഡേറ്റ എടുത്തുനിന്ന് നമുക്ക് മൊത്തം കോളേജിൻ്റെ 3000 പിള്ളേരുടെ ആവറേജിനെ പറ്റി സംസാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന 3000 പിള്ളേരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 66-നും 68-നും ഇടയ്ക്കാണെന്ന് എനിക്കൊരു 80% കോൺഫിഡൻസ് പറയാൻ പറ്റും. അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ലെവൽ, ദിസ് കോൺഫിഡൻസ് ലെവൽ ഈസ് ഡിനോട്ടഡ് ബൈ 1 minus alpha. 1 minus alpha എന്നാണ് കോൺഫിഡൻസ് ലെവലിനെ പറയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 minus alpha ഈക്വൽ ടു 0.7924. Okay, so this is സാധാരണ കോൺഫിഡൻസ് ലെവൽ ഈസ് ഡിനോട്ടഡ് ബൈ 1 minus alpha, where alpha എന്ന് പറയുമ്പോൾ 1 minus 0.7924. So this is 1 minus 0.7924. Okay, so 1.2619. Sorry, 1 minus 0.7924. So this is 0.2076. Okay, അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന സാധനമാണ് സിഗ്നിഫിക്കൻസ്. This is significance. 1 minus alpha, it is known as confidence level. Minus alpha is known as confidence level, and the interval which we are given is known as confidence interval. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ഏരിയ നമ്മൾ പറഞ്ഞ കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ അകത്തുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം ആൽഫ എന്ന് പറയുന്നത് 1 മൈനസ് ഈ ഏരിയ ആയിരിക്കും അല്ലേ. 1 മൈനസ് ദ ഏരിയ ഇസ് ഗിവൺ ആസ് ആൽഫ. സോ ആൽഫ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഏരിയ എന്ന് പറയുന്ന പേരാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആൽഫ. ഈ രണ്ട് ഏരിയയും കൂടെ കൂടുന്നതാണ്
alpha. This is alpha by 2, this is alpha by 2. Okay, so I hope it's clear. നമുക്ക് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവലുണ്ട്, കോൺഫിഡൻസ് ഇൻ്റർവെല്ലുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ഇസഡിനെ സാധാരണ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഇതിന് ഈ ടെയില് ആൽഫ ബൈ 2 ആണ്, ഈ ടെയില് ആൽഫ ബൈ 2 ആണ്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ്. ഈ ഇസഡിനെ നമ്മൾ സാധാരണ ഇസഡ് ഓഫ് ആൽഫ ബൈ 2 എന്നാണ് പറയാറ്. ഇതിനെ നമ്മൾ ഇസഡ് ഓഫ് ആൽഫ ബൈ 2 പ്ലസ് മൈനസ് എന്നാണ് പറയാറ്. ഓക്കെ, സോ ദിസ് ഹൗ യു ഡു ദിസ്. ഐ ഹോപ്പ് ഇതുകൊണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ 3 ടേം മാത്രം മനസ്സിലാക്കിയാൽ ധാരാളമാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ, എന്താണ് കോൺഫിഡൻസ് ലെവൽ, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ സാധനം, എന്താണ് സിഗ്നിഫിക്കൻസ് ആൽഫയാണ്. 1 മൈനസ് ആൽഫ നമുക്ക് കോൺഫിഡൻസ് ലെവൽ. ഇത് 2% ആണ്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ടെയിലുള്ള ഇതിൻ്റെ പുറത്തുള്ള ഏരിയയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ. അതിന് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആൽഫയാണ്. ഒന്നിന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോൺഫിഡൻസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ ബൗണ്ട് ചെയ്യുന്ന ഈ റീജിയനാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. റൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്താണെന്നുള്ളത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ ഇസഡിനെ ഇസഡ് ആൽഫ ബൈ 2, ഇസഡ് പ്ലസ് ആൽഫ ബൈ 2, ഇസഡ് മൈനസ് ആൽഫ ബൈ 2 ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു ഫിക്റ്റീഷ്യസ് ആയ ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഇൻ്റർവെൽ നേരിട്ട് തരിക എന്നുള്ളത് ഫിക്റ്റീഷ്യസ് ആയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ഈ ഇതേ ക്വസ്റ്റ്യൻ എടുക്കുക. സോ ലെറ്റ്സ് സ്റ്റേറ്റ് ദി സെയിം ക്വസ്റ്റ്യൻ. So instead of this, the average weight is 67 kg. Okay, I will say report the confidence interval for population mean with 95% കോൺഫിഡൻസ് ലെവൽ. ഓക്കെ, അപ്പോൾ സാറിന് ക്വസ്റ്റ്യൻ കൂടുതലും വരാൻ സാധ്യതയുള്ള ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 40 students were randomly selected from a campus and their weight is measured. The average weight is 67 kg. Okay, report the confidence interval for population mean with 95% confidence level. അപ്പോൾ 95% കോൺഫിഡൻസ് ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ പറ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എനിക്ക് കിട്ടുന്ന നമ്മൾ 40 പിള്ളേരെ എടുത്തു, അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. നമുക്ക് പോപ്പുലേഷൻ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്കറിയാം. അപ്പോൾ ഈ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ അറിയാമെന്നുള്ളത് ചോദിക്കരുത്, അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഞാൻ പറയാം. സാധാരണ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ പഠിപ്പിക്കും. പക്ഷേ ഇപ്പം നമുക്കറിയാവുന്നത് നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്തു, അതിൻ്റെ ആവറേജ് വെയിറ്റ് എടുത്തു, ആവറേജ് ആൾക്കാരുടെ വെയിറ്റ് എടുത്തു. പിന്നെ നമ്മളോട് പറയുന്നത് 95% കോൺഫിഡൻസ് ലെവലിൽ ഉള്ള ഇൻ്റർവെൽ പറയാൻ പറ്റുന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം അവർ ചോദിക്കുന്നത് ഈ ഏരിയ നമുക്ക് ആദ്യം കിട്ടിയത് 79%, ഓൾമോസ്റ്റ് 80% ആണ് ഈ ഏരിയ. 66 മുതൽ 68 വരെ വെയിറ്റിൻ്റെ ഇടയ്ക്കായിരിക്കും. എൻ്റെ പോപ്പുലേഷൻ്റെ ആവറേജ് വെയിറ്റിൽ നിന്ന് എനിക്ക് 79.24% കോൺഫിഡൻസ് ലെവലിലൂടെ പറയാൻ പറ്റും. അവർ പറയുന്നത് അതിന് പകരം എത്ര മുതൽ എത്ര വരെയായിരിക്കും 95% കോൺഫിഡൻസ് ലെവൽ തനിക്ക് പറയാൻ പറ്റുക. അതായത് അതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും എൻ്റെ മെയിൻ എന്നുള്ളത്. 95% കോൺഫിഡൻസ് ലെവലോടുകൂടി എങ്ങനെ പറയാം, ഏത് വാല്യൂവിൻ്റെ ഇടയ്ക്കായിരിക്കും 95% കോൺഫിഡൻസ് ലെവലിൽ തരുന്ന വാല്യൂസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നേരെ തിരിച്ചാണ്. സോ വാട്ട് ദേ ഹാവ് ഡൺ ഈസ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത് കൂടെ ചെയ്യാം. സോ ദെൻ ട്രൈ ടു കണക്ട് വിത്ത് ദീസ് ടു. ഇത് രണ്ടോടും ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, റൈറ്റ്. അഗെയിൻ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ n = 50, ആവറേജ് ഈസ് ഗിവൺ, ആവറേജ് ഈസ് 67 kg. We can find standard error. Standard error is sigma upon 210. Sigma of the population is given. Sigma, this is for population, equal to 5 kg. Same problem ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് തിരിച്ചെന്നുള്ളൂ. 5/√40 which is also will be same. എത്രയാത്ത വാല്യൂ 0.79 kg. ഓക്കെ, 0.79 kg ആണ്
0.79 kg ആണ് നമ്മുടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് വാട്ട് വി ഹാവ് ഇസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് നമ്മുടെ ഉള്ളത്. സോറി, ഇതിൻ്റെ ആവറേജ് നമുക്കറിയാം. ഈ കർവിൻ്റെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 67 കിലോ ആണ്. ഓക്കെ, ദെൻ വാട്ട് വി നോ ഈസ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദിസ് കർവ്. ഈ കർവിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ കർവ്. ദിസ് ഇസ് 0.79. They are asking to find some interval in which this area will be equal to 95%. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോളൂ എങ്ങനെ ചെയ്യുന്നത്. സെയിം പ്രോസസ്സാണ് അതിൻ്റെ തിരിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇത് 95% ആണ്. സോ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. വി നോ വാട്ട് ഈസ് ദ സോ ടേംസ് എഴുതുക, ഓർക്കുക. സിഗ്നിഫിക്കൻസ് എന്താണ് സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. വി നോ വാട്ട് ഈസ് ദ കോൺഫിഡൻസ് ലെവൽ പറയാം. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ദാറ്റ്. Confidence level is 1 minus alpha. It is given as 75%, 95%, 0.95. Okay, then significance equal to alpha equal to 1 minus 0.95. That means 0.05. ഇതാണ് ആൽഫ. അപ്പം എനിക്ക് കോൺഫിഡൻസ് ലെവൽ അറിഞ്ഞു, സിഗ്നിഫിക്കൻസ് അറിയാം, എനിക്ക് കോൺഫിഡൻസ് ഇൻ്റർവലാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് 0.95 ദിസ് റീജിയൻ. എന്താണ് ആൽഫ? ആൽഫ ഈസ് ദിസ് ഏരിയ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഏരിയ, ഇതിൻ്റെ ഏരിയ എത്രയാണ്? ദിസ് ഈസ് ആൽഫ ബൈ 2. ആൽഫ ബൈ 2 is 0.05/2. ഈ ഏരിയ എത്രയാണ്? ഇതും ആൽഫ ബൈ 2, 0.05/2. ഓക്കെ, 0.025. ഇതാണ് ഇതിൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയ സെഡ് വാല്യൂ. ഈ സെഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സെഡ് ഓഫ് ആൽഫ ബൈ 2 മൈനസ് സെഡ് ഓഫ് പ്ലസ് ആൽഫ ബൈ 2. ഓക്കെ, ഇത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾ വളരെ കുറച്ച് ഡേറ്റയേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവാൻ ശ്രദ്ധിക്കണം. നമുക്ക് സാമ്പിളിൻ്റെ ആവറേജ് കിട്ടി. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എററാണ്. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ എത്ര മുതൽ എത്ര വരെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർവൽ കണ്ടുപിടിക്കണം. നമുക്കറിയേണ്ട ഈ ഇൻ്റർവലിൻ്റെ അകത്തെ ഏരിയ എന്ന് പറയുന്നത് 95%. 95% ഈ ഇൻ്റർവലിൻ്റെ അകത്തെ ഏരിയ. ഓക്കെ, ഇനി അതിൻ്റെ പുറത്തുള്ള ഏരിയ ഇതിനെയാണ് നമ്മൾ ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മൾ അതിന് കോൺഫിഡൻസ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഈസ് 1 മൈനസ് കോൺഫിഡൻസ് ലെവൽ. അപ്പം ഈ ടെയിലുള്ള ഏരിയ എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻസിൻ്റെ ഹാഫാണ്. ഈ ടെയിലുള്ള ഏരിയ എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻസിൻ്റെ ഹാഫാണ്. അപ്പോൾ ഈ ഏരിയ 0.025 വരുന്ന സെഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും സെഡ് ടേബിളിലോട്ട് പോവാം. നമ്മൾ സെഡ് ടേബിൾ കൂടിയുണ്ട്. 0.025 ഏരിയ വരുന്ന കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ദാറ്റ്. 0.025, 0.0212625 ഇതല്ലേ. ഓക്കെ, ഈ ഏരിയ വരുന്നത് അതിപ്പോൾ നമുക്ക് നോക്കാം. ഈ ടേബിൾ നമുക്ക് -∞ മുതൽ Z വരെയുള്ള ഏരിയയാണ് തരുന്നത്. അപ്പം ഈ സെഡിൻ്റെ വാല്യൂ എത്രയാണ് സച്ച് ദാറ്റ് ദ ഏരിയ ബിക്കം 0.025 എന്നാണ് ഇത് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ അറിയാം 0.025. അപ്പോൾ -1.96. ഓക്കെ, that is from table we can say it is from table we can say z of minus alpha by 2 equal to -1.96. Right. So this is the z value. ഈ ഒരു വാല്യൂ -1.96 ആണ്. ഇനി നമുക്ക് 1.96ൽ നിന്ന് നമുക്ക് തിരിച്ച് ഇതിലോട്ട് പോകണം. അതായത് ഒരു kg 67 മൈനസ് സംതിങ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ദിസ് ഇസ് -1.96. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ദിസ് വിൽ ബി സിമെട്രി ഉപയോഗിച്ചിട്ട് ദിസ് ഈസ് യൂസിങ് സിമെട്രി. സെഡ് ഓഫ് പ്ലസ് ആൽഫ ബൈ 2 ഈക്വൽ ടു +1.96. ഓക്കെ, ഇത് 1.
1.96 ആണ്, ഇത് -1.96 ആണ്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് സെഡിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ് ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് ദ പ്രീവിയസ് പ്രോബ്ലം. നമ്മൾ സെഡ് കണ്ടുപിടിച്ച് എങ്ങനെയാണ് നമ്മുടെ വാല്യൂ അറിയേണ്ട വാല്യൂ മൈനസ് 66 മൈനസ് ഇത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് Z1. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, സോ ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ്? സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. സോ നമുക്കിത് അറിയത്തില്ല. സോ ഒറിജിനൽ ഐ വിൽ കോൾ ദിസ് വാല്യൂ. സോ ദിസ് ഇത് എൻ്റെ നോർമൽ ടേബിളിലാണ് ഞാൻ ഇത് എഴുതാൻ പോകുള്ളൂ. സോ ദർ ഇസ് സ്മോൾ ignorance that I have done here. ഇത് 1 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും μ1 അതിലായിരിക്കും നമുക്ക് Z വരുന്നത്. Z നമ്മുടെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷനിൽ. സോ ദിസ് ഇസ് ദ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ with an average equal to 67 kg and standard error equal to 0.79. okay, and here in the normal curve this will be 0, sigma equal to 1. okay, അപ്പോൾ ഇതിലെ Z/2 ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് സേ ഐ വിൽ കോൾ ദിസ് as ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോവർ ബൗണ്ട് -67 upon സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു Z of -α/2. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ എങ്ങനെ കണ്ടുപിടിച്ചത്, ഇതിൽ സിദ്ധികയുടെ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളത്. സോ ഹിയർ വി ക്യാൻ സി ഇവിടുത്തെ വാല്യൂ 66 - 67 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ് നമ്മൾ ചെയ്തത്. അതാണ് നമുക്ക് Z1 കിട്ടിയത്. ഇപ്പം നമുക്ക് Z1 അറിയാം. Z1 നമുക്ക് ഈ 66 എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്താ വെച്ചാൽ സോ വി ക്യാൻ ഇക്വേറ്റ് ദാറ്റ്. നമുക്ക് അറിയേണ്ട വാല്യൂ അതിനെ നമ്മൾ ലോവർ ബൗണ്ട് എന്ന് വെച്ച് ലോവർ ബൗണ്ട് മൈനസ് ദ ആവറേജ് വാല്യൂ ഡിവൈഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, സോ ലോവർ ബൗണ്ട് അറിയത്തില്ല, ബാക്കിയെല്ലാം നമുക്കറിയാം. സോ ദിസ് ലോവർ ബൗണ്ട് ഈക്വൽ ടു so this is minus 1.96 into standard error is 0.79 plus 67 equal to, so we will see that 67 minus 1.96 into 0.79 65.45. okay, now upper bound is നമുക്ക് അത് തന്നെ ചെയ്യാം. upper bound -67 divided by average standard error should be equal to Z of α/2 plus α/2. so substitute here, we don't know upper bound equal to Z of α/2 is plus 1.96 into standard error is 0.079 plus 67. so 67 plus something, 67 minus something. so this is 67 plus 68.54. ഓക്കെ, അപ്പോൾ എനിക്ക് പുതിയ ഇൻ്റർവൽ കിട്ടി. അതായത് 65.45 to 68.54. ദിസ് ഈസ് മൈ കോൺഫിഡൻസ് ഇൻ്റർവൽ. അപ്പം ഇതിൽ കോൺഫിഡൻസ് ലെവൽ ഈസ് 95%, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഈസ് 5%. ഓക്കെ, അപ്പം ദിസ് ഇസ് ദ ഇൻ്റർവൽ. അപ്പം നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഫോർമുല ആയിട്ട് എഴുതണമെങ്കിൽ ലോവർ ബൗണ്ട് ഓർ അപ്പർ ബൗണ്ട് ദിസ് വിൽ ബി ഈക്വൽ ടു മൈ ആവറേജ് വാല്യൂ പ്ലസ് മൈനസ് Z of α/2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സ്റ്റാൻഡേർഡ് എറർ. ഇതായിരിക്കും നമ്മുടെ അപ്പർ ബൗണ്ട് ഓർ ലോവർ ബൗണ്ട്. ഓക്കെ, അപ്പം മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ബൗണ്ട് കിട്ടും, പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂ, ഇതിനെ ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ ഇതിനെ അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ. ഇപ്പോൾ Z α/2 നമുക്ക് എത്ര പെർസെൻറ്റേജാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതെന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് സാമ്പിൾ ആവറേജ് ഉണ്ട്. സാമ്പിൾ ആവറേജിൽ നമുക്ക് ഒരു സാമ്പിളിൻ്റെ ഒരു എറർ കണ്ടുപിടിക്കാം. സാമ്പിളിങ്ങിനാണ് എറർ കണ്ടുപിടിക്കുന്നത്. ഇത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡേറ്റ എടുത്തിട്ട് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നു. ഓക്കെ, കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നു. നൗ ദിസ് ഫോർമുല യു ക്യാൻ നോട്ട് ഡൗൺ. ഇനി ബാക്കിയുള്ള അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് അവർ ക്ലാസ് നൗ. അടുത്ത ക്ലാസ് വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇത് ഞാൻ റെക്കോർഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഗീവ് യു ദ റെക്കോർഡിങ് ഓൾസോ. ഇതിൽ ജസ്റ്റ് എന്താണ് ഈ
കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്താണ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ പറഞ്ഞിട്ട് ഐ വിൽ സ്റ്റോപ്പ് ദ ക്ലാസ്. ഓക്കെ, സോ ലെറ്റ്സ് സേ just 2 more minutes I'll take. So thank you for just waiting. So let's say this is a population. We have a lot of population here. This is a population. Okay, it's a sample. Okay, this sample in the, let's say we have, let's say just draw a number like. Okay, നമ്മുടെ പോപ്പുലേഷൻ്റെ ആവറേജ് ഐ ഡോണ്ട് നോ സം വാല്യൂ. ഓക്കെ, സോ ലെറ്റ്സ് സേ പോപ്പുലേഷൻ്റെ ആവറേജ് നമുക്കറിയാം. പോപ്പുലേഷൻ്റെ ആവറേജ് സംവെയർ ഐ ഡോണ്ട് നോ, just give me a minute. 66.5 ആണെന്ന് വെച്ചാൽ അസ്യൂം. ഓക്കെ, okay, so let's say this is the population average. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാണ്, ഇത് ഞാൻ എല്ലാ ഫുൾ നമ്മുടെ കോളേജിലെ ഓൾ സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസിനെ വെയിറ്റ് എടുത്തു ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് 66 പോയിൻറ്റ്. അതാണ് ആക്ച്വൽ ട്രൂ ആയിട്ടുള്ള വാല്യൂ. അപ്പം നമ്മൾ ആദ്യത്തെ സാമ്പിൾ 1. ഓക്കെ, സോ ലെറ്റ്സ് 95% പറ്റിയാണ്, 95% കോൺഫിഡൻസ് ലെവലിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സാമ്പിൾ എടുത്തപ്പോൾ ലെറ്റ്സ് ഇത് നമുക്ക് എടുക്കാം. നമ്മൾ 40 സ്റ്റുഡൻസിൻ്റെ ഒരു സാമ്പിൾ എടുത്തു, ആവറേജ് ആയിട്ട് 40 സ്റ്റുഡൻസ് സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് 95% കിട്ടിയ ലെവൽ എന്ന് പറയുന്നത് 65.45 to 68.54 ആണ്. അപ്പോൾ ലെറ്റ്സ് സേ ദിസ് ഈസ് 60, ലെറ്റ്സ് ഐ ഡോണ്ട് നോ 67, 68, 69, 70, 66, 65, 64, 63. So this is the number line. Okay. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് 95% ഉള്ള കോൺഫിഡൻസ് ലെവൽ കിട്ടിയത് നമുക്ക് 65 to 45 to 68.54. അപ്പോൾ 65.45 to 68.54. Just copy this. Okay, so I'll just draw a line from 65.45 somewhere here to 68.54 something like this. Okay, this is my ആദ്യത്തെ സാമ്പിൾ. ആദ്യത്തെ 40 പേരുടെ സാമ്പിൾ, ഒരു 40 പേരുടെ സാമ്പിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ വേറൊരു 40 പേരുടെ സാമ്പിൾ എടുത്തു, ലെറ്റ്സ് സേ സാമ്പിൾ 2. ഓക്കെ, ഈ സാമ്പിൾ ചെയ്തപ്പോൾ എനിക്ക് 95% തന്നെയാണ്. ഈ 95% ഇപ്പോൾ ഞാൻ സാമ്പിൾ എടുത്തു, എന്നിട്ട് സാമ്പിളിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് ഒറിജിനൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്കറിയാം. അതിൽ നിന്ന് ഞാൻ സാമ്പിളിൻ്റെ എറർ കണ്ടുപിടിച്ചു. അതിനുശേഷം 95% ഞാൻ ഇതേ ചെയ്തപ്പോൾ എനിക്ക് വേറൊരു ഇൻ്റർവൽ കിട്ടി. ലെറ്റ്സ് സേ ഐ ഗോട്ട് സം അതർ ഇൻ്റർവൽ, ലെറ്റ്സ് സേ സം ഹിയർ ടു ഹിയർ. ഓക്കെ, നൗ ഐ ടുക്ക് അനദർ സാമ്പിൾ, സാമ്പിൾ 3. സാമ്പിൾ 3 കിട്ടിയപ്പോൾ എനിക്ക് 95% ഐ ഗോട്ട് സം അതർ ഇൻ്റർവൽ. ഓക്കെ, I took another sample 4. Okay, so ഇതിൽ let's say I got some other interval. അതായത് ഈ വാല്യൂസിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ ഒരു 40 പേര് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആവറേജ് വാല്യൂ കിട്ടി. എൻ്റെ 95% കോൺഫിഡൻസ് കണ്ടുപിടിക്കും. എനിക്ക് ഇവിടെ മുതൽ ഇടയ്ക്കായിരിക്കും എൻ്റെ ആവറേജ് എനിക്ക് കിട്ടി. പിന്നെ വേറെ 40 പേര് എടുത്തപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ റേഞ്ചാണ് കിട്ടിയത്. പിന്നെ ഞാൻ അടുത്ത 40 പേര് എടുക്കുമ്പോൾ എനിക്ക് വേറെ റേഞ്ചാണ് കിട്ടിയത്. ഓക്കെ, പിന്നെ 40 പേര് എടുക്കുമ്പോൾ എനിക്ക് വേറെ റേഞ്ചാണ് കിട്ടിയത്. അപ്പം ഇത് പറയുന്നത് നമുക്ക് 95% കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ തവണ എടുക്കുമ്പോൾ നമ്മുടെ ആക്ച്വൽ ആവറേജ് എവിടെ നിൽക്കുന്നത് നോക്കണം. അപ്പോൾ ആക്ച്വൽ ആവറേജ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ആവറേജ്. സാമ്പിളിൻ്റെ ആവറേജ് 66.5 ആണ്. ഇതാണ് എൻ്റെ സാമ്പിളിൻ്റെ ആവറേജ്. കണ്ടോ, ഇതിലൊക്കെ ഇതിൻ്റെ അകത്ത് സാമ്പിളിൻ്റെ ആവറേജ് ഉണ്ട്, ഈ ഗ്യാപ്പിനകത്തും സാമ്പിളിൻ്റെ ആവറേജ് ഉണ്ട്, പോപ്പുലേഷൻ്റെ ആവറേജ് ഉണ്ട്.
ഈ ഇൻ്റർവെല്ലിലും പോപ്പുലേഷൻ ആവറേജ് ഉണ്ട്, ഈ ഇൻ്റർവെല്ലിലും പോപ്പുലേഷൻ ആവറേജ് ഉണ്ട്, ഈ ഇൻ്റർവെല്ലിലും പോപ്പുലേഷൻ ആവറേജ് ഉണ്ട്. അങ്ങനെ എനിക്ക് എല്ലാ ഇൻ്റർവെല്ലിലും എൻ്റെ പോപ്പുലേഷൻ ആവറേജ് എൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് സാമ്പിളിൻ്റെ ആവറേജിൽ നിന്ന് ഞാൻ പോപ്പുലേഷൻ ആവറേജ് എത്രയായിരിക്കും ഞാൻ ഊഹിക്കുകയാണ്. അപ്പോൾ ഈ റേഞ്ചിലായിരിക്കും ഞാൻ പറയുമ്പോൾ ആ റേഞ്ചിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് 95% കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100 തവണ 100 ടൈംസ് സാമ്പിൾ എടുത്താൽ, സാമ്പിൾ ടേക്കൺ മാക്സിമം 5 ടൈംസ് population average will be out of കോൺഫിഡൻസ് ഇൻ്റർവൽ, CI കോൺഫിഡൻസ് ഇൻ്റർവൽ. അതായത് 100 തവണ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 5 തവണ മാത്രമേ ചിലപ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇൻ്റർവൽ കിട്ടുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിൾ സാമ്പിൾ 5-ന് എനിക്ക് കോൺഫിഡൻസ് ഇൻ്റർവൽ ഇങ്ങനെയാണ് കിട്ടിയത്. ജസ്റ്റ് അസ്യൂം ചിലപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ മുതൽ, അതായത് 67 മുതൽ 69 വരെ ആയിരിക്കും പോപ്പുലേഷൻ ആവറേജ് ഞാൻ ഗസ് ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്തല്ല, പുറത്ത് വന്നു. അതിൻ്റെ അകത്തല്ല, ആ നമ്പറിൻ്റെ അടുത്തല്ല. അപ്പം ഇതിൻ്റെ അർത്ഥം ഈ 95% കോൺഫിഡൻസ് സംബന്ധിച്ച് 100% ചെയ്ത് കഴിഞ്ഞാൽ 5 തവണ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. 5 തവണ ഞാൻ എടുത്ത ഇൻ്റർവെല്ലിൻ്റെ അകത്തായിരിക്കില്ല എൻ്റെ ഒറിജിനൽ പോപ്പുലേഷൻ്റെ ആവറേജ്. 95% സമയവും 95 തവണയും എൻ്റെ പോപ്പുലേഷൻ്റെ ആവറേജ് ഞാൻ ഈ എടുക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ അകത്തായിരിക്കും. അതാണ് 95% കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 50% കോൺഫിഡൻസ് ലെവലാണെങ്കിൽ ഞാൻ 100 തവണ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 50 തവണ ഞാൻ പറയുന്ന ലെവലിൻ്റെ അകത്തായിരിക്കും എൻ്റെ പോപ്പുലേഷൻ്റെ ആവറേജ്, അല്ലെങ്കിൽ ബാക്കി 50 തവണ ഞാൻ പറയുന്ന ലെവലിന് പുറത്തായിരിക്കും. ഓക്കെ, അതാണ് ഈ കോൺഫിഡൻസ് ലെവൽ. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എത്ര കൂടുന്നോ അത്രത്തോളം നമുക്ക് അപ്പം 2 കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇവിടെ 80% കോൺഫിഡൻസ് ലെവൽ വന്നപ്പോൾ ഈ റേഞ്ച്, ഈ ഗ്യാപ്പ് 66 മുതൽ 68 വരെ ചെറിയ ഗ്യാപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പിൻ്റെ അകത്ത് നമ്മൾ ഗസ് ചെയ്യണം. 67-നും 68-നും ഇടയ്ക്കായിരിക്കും എൻ്റെ പോപ്പുലേഷൻ ആവറേജ് നമ്മൾ ഗസ് ചെയ്യുമ്പോൾ അതിന് 80% കോൺഫിഡൻസ് ലെവൽ. അതായത് 100 തവണ ചെയ്ത് കഴിഞ്ഞാൽ 80 തവണ 66-നും 68-നും ഇടയ്ക്കായിരിക്കും 80 തവണ കിട്ടുന്ന ആ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ അകത്തായിരിക്കും എൻ്റെ ഒറിജിനൽ പോപ്പുലേഷൻ ആവറേജ്. 20 തവണ പക്ഷേ എൻ്റെ പോപ്പുലേഷൻ ആവറേജ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആ ലെവലിൽ, ആ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിന് പുറത്തു പോകും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. നമുക്ക് ഈ കോൺഫിഡൻസ് ഇൻ്റർവെൽ കുറയുമ്പോൾ നമ്മുടെ ലൈൻ ചെറുതാവും. ഈ റേഞ്ച് നമ്മൾ കോൺഫിഡൻസ് ലെവലിൽ കുറവാകുമ്പോൾ നമ്മുടെ ലൈൻ ചെറുതാവും. അപ്പോൾ ലൈൻ ചെറുതാകുമ്പോൾ നമ്മുടെ ആവറേജ്, പോപ്പുലേഷൻ ആവറേജ് അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത കുറയും. സോ ഐ ഹോപ്പ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് ഐ വാണ്ട് ടു ഗീവ്. എങ്ങനെയാണ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിൻ്റെ ആവറേജിൽ നിന്ന് എങ്ങനെ നമ്മൾ പോപ്പുലേഷൻ ആവറേജ് എത്രയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഒരു സർട്ടൺ ലെവൽ ഓഫ് കോൺഫിഡൻസ് കൂടെ നമ്മൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിത് ഇന്ന് പഠിച്ചത്. ഓക്കെ, ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിങ് ഞാൻ ഗ്രൂപ്പിലിടാം, യൂട്യൂബിലൂടെ ലിങ്ക് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എനിക്ക് നാളെ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുക്കും. താങ്ക് യു ഫോർ കമ്മിങ്. I will stop the class. Okay, thank you very much. Good night. Thank you, sir. Okay. Thank you, sir.